നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം മുക്കാട്ടുകര ബത്ലഹേം ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ ട്രയൽ റൺ സേവ്യർ ചിറ്റലപ്പള്ളി MLA സാന്നിധ്യത്തിൽ നടത്തി. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല ചെസ് ഇൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഒക്ടോബർ 25-26 തീയതികളിൽ കോലഴി ചിന്മയ വിദ്യാലയത്തിൽ നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാന വേദിയായ മുക്കാട്ടുകര ബത്ലഹേം ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷനായി. തൃശൂർ ഈസ്റ്റ് AEO ജീജ വിജയൻ സ്വാഗതം ആശംസിച്ചു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് കുമാർ KAS മുഖ്യാതിഥിയായിരുന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് രവി KR, കോർപ്പറേഷൻ കൌൺസിലർമാർ, വേദികളാകുന്ന വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, PTA പ്രസിഡന്റുമാർ, വികസന സമിതി ട്രഷറർ റോൺദോൾ മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ബത്ലഹേം HSS പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിസ കോട്ടക്കൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു. ഭരതനാട്യം, നാടോടി നൃത്തം, ശാസ്ത്രീയ സംഗീതം, ഉപകരണ സംഗീതം, പദ്യം ചൊല്ലൽ, മാർഗം കളി, ഒപ്പന, അറബനമുട്ട്, ദഫ്മുട്ട്, പരിചമുട്ട്, വട്ടപ്പാട്ട്, ചവിട്ടുനാടകം തുടങ്ങിയ മത്സരങ്ങളിൽ വിവിധ വേദികളിൽ മാറ്റുരച്ചു. വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ ട്രയൽ റൺ നടത്തി. വാഴാനി ഡാം ഗാർഡനിലാണിത് സ്ഥാപിച്ചിരിക്കുന്നത്. സേവ്യർ ചിറ്റലപ്പള്ളി MLA സ്ഥലത്തെത്തി. ടൂറിസം വകുപ്പ് 5.99 കോടി രൂപ ചിലവിലാണിത് നിർമ്മിക്കുന്നത്. ഇതിന്റെ ട്രയൽ റണ്ണാണ് നടത്തിയത്. 3100 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പൂൾ, കൺട്രോൾ റൂം, പ്ലംബിംഗ്, സിവിൽ പ്രവർത്തികൾ, കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക്കൽ ഫൗണ്ടൻ, ഡിസൈൻ, സപ്ലൈ, ഇൻസ്റ്റലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്നീ പ്രവർത്തികൾ പൂർത്തിയായി. ഇലക്ട്രിഫിക്കേഷൻ, ലൈറ്റിംഗ് ആൻഡ് ലേസർ പ്രൊജക്ഷൻ സംവിധാനങ്ങൾ കൂടി പൂർത്തിയായി. സംഗീത ജലധാര പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. സംഗീതത്തിന്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ജലധാരയുടെയും ലേസർ കിരണങ്ങളുടെയും വിസ്മയ അനുഭവം അപൂർവം ടൂറിസം കേന്ദ്രങ്ങളിലാണ് ഉള്ളത്. കേരളത്തിൽ ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആദ്യമായാണ് ഈ സവിശേഷതകളോടെ ഒരു സംഗീത ജലധാര. 70ലേറെ നോസിലുകളിലൂടെ വെള്ളം ജലധാരയായി പമ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന അക്വാ സ്ക്രീനിലേക്ക് ലേസർ ലൈറ്റുകൾ പ്രൊജക്ട് ചെയ്ത് 15 മിനിറ്റോളം നീളുന്ന മെഗാ ഡിസ്പ്ലേ ഷോ പ്രദർശിപ്പിക്കുന്ന പദ്ധതിയാണിത്. സ്വിർലിംഗ് ബേർഡ്, റിവോൾവിംഗ് ജെറ്റ്, സൺബസ്റ്റ്, ക്രോസ് സ്ട്രീം, വൂൾക്കാൻ ജെറ്റ് ഉൾപ്പെടെ 15 വ്യത്യസ്ത തരം ഫോർമേഷനുകളിൽ പ്രവർത്തിക്കുന്ന 78 നോസിലുകൾ അടങ്ങുന്ന ജലധാരയോടൊപ്പം 21x7 മീറ്റർ വലുപ്പത്തിൽ ഹോളോഗ്രാഫിക് വാട്ടർ സ്ക്രീൻ, 180 LED ലൈറ്റുകൾ, 4000 വാട്ട് ശേഷിയുള്ള സൗണ്ട് സിസ്റ്റം, 2x10 വാട്ട് ലേസർ, 16000 റൂംലെസ് ഉള്ള വീഡിയോ പ്രദർശന സംവിധാനം എന്നിവയുണ്ട്. ടൂറിസം രംഗത്ത് മാത്രം 20 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ പുരോഗമിച്ചു വരുന്നുവെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA പറഞ്ഞു.
തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ഗോപിക VG KAS എന്നിവരും KLDC എഞ്ചിനീയർമാർ, മറ്റ് ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു. സംഗീത ജലധാരയുടെ ട്രയൽ റണ്ണാണ് അല്പസമയം മുമ്പ് ആരംഭിച്ചത്. സംഗീത ജലധാരയ്ക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ PA മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. സംഗീത ജലധാര യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. 5,99,00,000 രൂപയാണ് സംഗീത ജലധാരയ്ക്ക് വേണ്ടി ടൂറിസം വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. തൃശ്ശൂർ DTPCയും DD ടൂറിസവും ചേർന്ന് നിർവഹണം നടത്തുന്ന, പ്രത്യേകിച്ച് കിഡ്ക്ക് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ മച്ചാനെ തപ്പടിക്കിട തകിലടിക്കിട നീ അടിറസാത്തി ആസപ്പെട്ടൊരു ഭോഗമെത്തിയടേ നടൽപതി പങ്കുതി കൊണ്ടാടമണിന്നടാ മച്ചാനെ തപ്പടിക്കിട തകിലടിക്കിട നീ അടിറസാത്തി ആസപ്പെട്ടൊരു ഭോഗമെത്തിയടേ. വടക്കാഞ്ചേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. 2025-26 വർഷത്തെ വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേദി 1 ശ്യാമമാധവത്തിൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മത്സരം വിജയിച്ചവന്റെ മാത്രമല്ല, ചെറിയൊരു കാരണത്താൽ കൂടെ ഉണ്ടായിരുന്നവർ തോറ്റ കാരണമാണെന്ന് മനസ്സിലാക്കി ചേർത്ത് നിന്നാകണം എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP പറഞ്ഞു. ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വടക്കാഞ്ചേരി AEO ഷീജ കുനിയിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദാമണി, വടക്കാഞ്ചേരി കൌൺസിൽ വൈസ് പ്രസിഡന്റ് വിപിൻ P ജോസഫ്, ജനറൽ സെക്രട്ടറി KG സുരേഷ് ബാബു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 14 വേദികളിൽ മത്സരങ്ങൾ ആരംഭിച്ചു. ശനിയാഴ്ച സമാപന സമ്മേളനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത മേഖലയിലെ അനുഭവങ്ങളുടെയാണ്. തീർച്ചയായിട്ടും വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രധാനമായിട്ടും ഈ കലോത്സവത്തിന്റെ ഉദ്ദേശം. ഈ വർഷത്തെ സംസ്ഥാന കലോത്സവം നടക്കുന്ന തൃശ്ശൂർ വെച്ച് അറിയാൻ നിരവധി ഘട്ടങ്ങളിൽ നമ്മുടെ സാംസ്കാരിക പ്രസ്ഥാനമായ തൃശ്ശൂർ വെച്ച് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായ കുട്ടികളുടെ കലോത്സവം നമ്മുടെ സ്ഥാനത്ത് അതിൻ്റെ മുന്നോടിയായി കൊണ്ടാണ് നമ്മുടെ സബ് ജില്ലാ കലോത്സവങ്ങൾ, അതുപോലെ തന്നെ ഉപജില്ലാ കലോത്സവങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അത് നല്ലപോലെ നടത്തി വിജയിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. വരവൂർ വെച്ച് 4 ദിവസമായി നടത്തപ്പെടുന്ന ഈ കലോത്സവത്തിൽ ഇവിടെ പറഞ്ഞു കേട്ടത് 110 സ്കൂളുകളിൽ കുട്ടികൾക്കുണ്ട്. ഏകദേശം 4000-നും 5000-നും ഇടയിലുള്ള കുട്ടികളാണ് കലോത്സവം പങ്കെടുക്കുന്നത്. അപ്പോൾ ആ കലോത്സവം ഉത്തമത്ത രീതിയിൽ നടത്തുക എന്നതാണ് ഈ സംഘാടക സമിതിയുടെ ലക്ഷ്യം. ആ ഉത്തമത്ത രീതിയിൽ ഈ കലോത്സവം നടത്തി തീർക്കാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ വരവൂരിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമാണ്. ബ്രഹ്മാണ്ടമഖിലം കരുത്തേന കൈക്കൽ അമർത്തിടുവാനായി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കൈലാസ
സ്കൂൾ തലത്തിലെ മികച്ച ചെസ് പ്രതിഭകളെ കണ്ടെത്താൻ ചെസ് അസോസിയേഷൻ സംസ്ഥാനതല ചെസ് ഇൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒക്ടോബർ 25-26 തീയതികളിൽ കോലഴി ചിന്മയ വിദ്യാലയത്തിൽ 12 കാറ്റഗറികളിലായി 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വിജയികൾക്ക് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വിപിൻ സജയൻ, പ്രസാദ് സുബ്രഹ്മണ്യൻ, PR രൂപേഷ്, M ബീന എന്നിവർ പങ്കെടുത്തു. വരടയം ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിന് തുടക്കമായി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചിലവിലാണ് ആധുനിക രീതിയിൽ ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നത്. 1.50 കോടി രൂപ ചിലവഴിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ 5 ക്ലാസ് റൂം, സ്റ്റെയർകേസ് റൂം, വരാന്ത, റാമ്പ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ. അവണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഹരിദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലക്ഷ്മി സനീഷ്, അവണൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തോംസൺ തലക്കോടൻ, NK രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CB സജീവൻ, PS കൃഷ്ണകുമാരി, TS ജിഷ, AEO PJ ബിജു, സ്കൂൾ പ്രധാനാധ്യാപിക VA റഹ്മത്ത്, സ്റ്റാഫ് സെക്രട്ടറി അജ്നി P കുമാർ, സ്കൂൾ ലീഡർ വിയ മരിയ വിമൽ, PTA പ്രസിഡന്റ് K കൃഷ്ണകുമാർ, MPTA പ്രസിഡന്റ് ചിത്ര ചന്ദ്രൻ, OSA സെക്രട്ടറി VK മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്.
അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. കേരള യുക്തിവാദി സംഘം പവനൻ ജന്മശതാബ്ദി സമാപന ആഘോഷങ്ങൾ ഒക്ടോബർ 26 സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ മുൻമന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അധ്യക്ഷത വഹിക്കും. കെ പി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. പി വി കൃഷ്ണൻ നായർ, എം പി സുരേന്ദ്രൻ, പി എൻ ഗോപികൃഷ്ണൻ, സി പി അബൂബക്കർ, കെ എൻ അനിൽകുമാർ, പൂനം റഹീം, കെ ഡി ഉഷ, രാജഗോപാൽ വാകത്താനം തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കും. സംസ്ഥാന സെക്രട്ടറി ടി കെ ശക്തിധരൻ, സി ചന്ദ്രബാബു, അനിൽ പരക്കാട്, എം കെ ശശിധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ടെസ്റ്റിംഗ് ടെക്നീഷ്യൻ ആൻഡ് ഓണേഴ്സ് സർക്കാർ നടത്തുന്ന വിവേചനത്തിനെതിരെ സമരരംഗത്തിറങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങളെ ചെറുകിട വ്യവസായമായി പരിഗണിച്ച് സംരക്ഷിക്കാതെ KSRTCക്ക് കീഴിൽ പുനഃപരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ച് അപ്രായോഗികമായ നിബന്ധനകൾ ഏർപ്പെടുത്തി നിരവധി പേരുടെ തൊഴിൽ ഇല്ലാതാക്കുന്നു. നവംബർ 1 ഗതാഗത മന്ത്രിയുടെ വീടിന് മുന്നിൽ നിന്ന് പിച്ചച്ചട്ടിയുമായി പിച്ച ചോദിക്കുന്ന പരിപാടി നടത്തും. ഗിരീഷ് പാലാഴി, ഷിബിൻ, വിപിൻ ദാസ്, സജീവൻ പള്ളായി, ലത സുരേഷ് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ടർണർ എന്നീ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരുടെ ഒഴിവുണ്ട്. PSCയുടെ റൊട്ടേഷൻ തയ്യാറാക്കുന്ന സംവരണേതര ചാർട്ട് പ്രകാരമാണ് നിയമനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 24 രാവിലെ 10:30 ITIയിൽ നടത്തുന്ന അഭിമുഖത്തിന് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 0480270141 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 2023-24 സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് നവംബർ 20 വരെ അപേക്ഷിക്കാം. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ അവാർഡിനാണ് പൊതുജനങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത്. വിഷയം ശുചിത്വം. 2024 അതിജീവനം. ഇതാണ്. കേരളം പശ്ചാത്തലമാക്കിയുള്ള ഫോട്ടോഗ്രാഫുകൾക്കാണ് മുൻഗണനയുള്ളത്. ആദ്യ 3 സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും സാക്ഷ്യപത്രവും ശില്പവുമുണ്ട്. പ്രോത്സാഹന സമ്മാനം 10 പേർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നു. സാക്ഷ്യപത്രവുമുണ്ട്. സർക്കാർ വകുപ്പുകളിലും സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് പങ്കെടുക്കാൻ അർഹതയില്ല. എൻട്രികളായി ലഭിക്കുന്ന ഫോട്ടോകൾ വകുപ്പിന്റെ ആവശ്യങ്ങൾക്കായും ഉപയോഗിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിന് www.prd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ജെൻഡർ അവയർനെസ് സ്റ്റേറ്റ് പ്ലാൻ സ്കീം പ്രകാരം തൃശൂർ സിറ്റി ജില്ലാ പോലീസ് വനിതാ സെല്ലിന്റെ കീഴിൽ കരാറടിസ്ഥാനത്തിൽ 2 ഫാമിലി കൌൺസിലർമാരെ നിയമിക്കുന്നു. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. താൽപര്യമുള്ളവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഇമെയിൽ മുഖേന അപേക്ഷിക്കുക. നവംബർ 5 ബുധനാഴ്ച തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കാര്യാലയത്തിലാണ് അഭിമുഖം. അപ്പോൾ അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. മറ്റൊരിടവേള കൂടി. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.
ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. അനധികൃതമായി അമിത വെളിച്ചം പുറപ്പെടുവിക്കുന്ന LED ലൈറ്റുകൾ ഘടിപ്പിച്ച ട്രാവലർ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത്. മണ്ണുത്തി നെല്ലങ്കരയിൽ നിന്നും പിടികൂടിയ വാഹനത്തിൽ നിന്ന് 10,500 രൂപ പിഴ ഈടാക്കി അനധികൃതമായി ഘടിപ്പിച്ച ലൈറ്റുകൾ അഴിച്ചുമാറ്റി പരിശോധനയ്ക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകി. രാത്രികാല പരിശോധനയ്ക്കിടെ എതിരെ വന്ന വാഹനത്തിന്റെ ലൈറ്റ് മൂലം കാഴ്ച തടസ്സപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യം വാഹനം ആംബുലൻസ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. പിന്നീട് ട്രാവലർ ആണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഭാര്യയെ അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി കുട്ടനെല്ലൂർ സ്വദേശി പൊന്നമ്പലത്ത് വീട്ടിൽ അമലിനെ മണ്ണുത്തി പോലീസ് ഇടുക്കിയിൽ നിന്ന് പിടികൂടി. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി. അന്വേഷണത്തിനിടയിൽ പ്രതി ഒളിവിൽ പോയി. ഇടുക്കിയിലെ വാഗമണ്ണിൽ നിന്ന് അതിവിദഗ്ധമായി പിടികൂടി. മണ്ണുത്തി, ഒല്ലൂർ, പെരുമ്പടപ്പ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ 8ഓളം കേസുകളുണ്ട്. തിരക്കിനിടയിലും അവരെത്തി സംരക്ഷാ രക്തദാന ക്യാമ്പിലേക്ക്. പോലീസ് സ്മൃതി ദിനത്തോടനുബന്ധിച്ച് പോൾ ബ്ലഡിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സൊസൈറ്റിയുമായി സഹകരിച്ച് സംരക്ഷാ രക്തദാന ക്യാമ്പിനോടനുബന്ധിച്ചാണ് തൃശൂർ സിറ്റി ജില്ലയിൽ രക്തദാന ക്യാമ്പ് നടത്തിയത്. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPS രക്തം നൽകി ഉദ്ഘാടനം ചെയ്തു. സബ് ഡിവിഷനുകളിലും പോലീസ് കമ്മീഷണർമാരും ഉദ്യോഗസ്ഥരും രക്തദാനം നടത്തി. തൃശൂർ സിറ്റി ജില്ലയിൽ 125-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദിവസങ്ങളിൽ രക്തദാനം നടത്തി. പോലീസ് സ്മൃതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് തൃശൂർ സിറ്റി പോലീസ് തുടക്കം കുറിച്ചു. ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിൽ നടന്ന സ്മൃതി ദിന ചടങ്ങിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPS ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അജയ്കുമാറിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഷീൻ തറയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N ശങ്കരൻ, തൃശൂർ ACP KG സുരേഷ്, കുന്നംകുളം ACP CR സന്തോഷ്, ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ, DCRB ACP സജു ജോർജ്, നാർക്കോട്ടിക് സെൽ ACP ബാബു ഡേവിസ്, ഒല്ലൂർ ACP SP സുധീരൻ എന്നിവരും സ്റ്റേഷനുകളിലെ SHOമാരും ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം മുക്കാട്ടുകര ബത്ലഹേം ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ ട്രയൽ റൺ സേവ്യർ ചിറ്റിലപ്പള്ളി MLA സാന്നിധ്യത്തിൽ നടത്തി. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല ചെസ് ഇൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഒക്ടോബർ 25-26 തീയതികളിൽ കോലഴി ചിന്മയ വിദ്യാലയത്തിൽ നടത്തും. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.